നമസ്കാരം. നമ്മുടെ അതിർത്തികളിൽ ഇനി കളി മാറും. കളി മാറുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ആക്ഷൻ. പ്രത്യേകിച്ച് ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഗുജറാത്തിന്റെ മണ്ണിൽ ഇനിയൊരു പുൽക്കൊടി പോലും അത്ര പെട്ടെന്ന് അനങ്ങില്ല. രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിൻ്റെയും നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും കണ്ണൊരിടത്ത് പതിഞ്ഞാൽ പിന്നെ അവിടെ കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നടക്കുക എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴിതാ പാകിസ്ഥാനിൽ നിന്നുള്ള ഏതൊരു കള്ളക്കളിയായാലും, അത് ലഹരിമരുന്ന് കടത്തായാലും, ഡ്രോൺ വഴിയുള്ള ചാരപ്രവർത്തനമായാലും, നുഴഞ്ഞു കയറ്റമായാലും, അതിനെ അവിടെ വെച്ച് തന്നെ തറ പറ്റിക്കാൻ ഗുജറാത്ത് സർക്കാർ അതിർത്തിയിൽ പുതിയൊരു തന്ത്രപ്രധാനമായ പടയൊരുക്കം നടത്തിയിരിക്കുകയാണ്. കേവലം ഭരണപരമായ അഴിച്ചുപണി മാത്രമല്ലിത്. പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്ന കൃത്യമായ സർക്കാരിന്റെ മാസ്റ്റർ പ്ലാനിംഗ് കൂടിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഗുജറാത്തിലെ അന്താരാഷ്ട്ര അതിർത്തിയെ സർക്കാർ ഇപ്പോൾ 2 പ്രധാന പോലീസ് റേഞ്ചുകളായി വെട്ടിമുറിച്ചിരിക്കുകയാണ്. ഇതുവരെ ബോർഡർ റേഞ്ച് എന്ന ഒരൊറ്റ സംവിധാനത്തിന് കീഴിലായിരുന്നു 645 കിലോമീറ്റർ വരുന്ന ഈ കൂറ്റൻ അതിർത്തി പ്രദേശം മുഴുവൻ കിടന്നിരുന്നത്. ഒരു IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് ഇത്രയും വലിയൊരു പ്രദേശം ഒറ്റയ്ക്ക് രാത്രിയും പകലും നോക്കി നടത്തുക എന്നത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇനി അത് നടക്കില്ല. കിഴക്കൻ അതിർത്തി മേഖലയെ മുഴുവൻ ഏകോപിപ്പിച്ചുകൊണ്ട് ബനസ്കന്ദ എന്ന പേരിൽ ഒരു പുതിയ പോലീസ് റേഞ്ച് കൂടി ഗുജറാത്ത് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗുജറാത്ത് പോലീസിന്റെ ചരിത്രത്തിലെ 10ാമത്തെ പോലീസ് റേഞ്ചായാണ് ഇത് വരുന്നത്. അഹമ്മദാബാദും വഡോദരയും സൂററ്റുമൊക്കെ ഭരിക്കുന്ന വലിയ റേഞ്ചുകളുടെ കൂട്ടത്തിലാണ് ഇനി അതിർത്തി കാക്കാൻ ഈ പുതിയ ബനസ്കന്ദ റേഞ്ച് കൂടി വരുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായൊരു പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ പാകിസ്ഥാനുമായി ഉണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക സംഘർഷം നമ്മളാരും മറന്നു കാണത്തില്ല. അതിർത്തിയിൽ പാകിസ്ഥാൻ കാണിച്ച കുരുട്ടുബുദ്ധിക്കുള്ള മറുപടി ഇന്ത്യ അന്ന് കൃത്യമായി നൽകിയിരുന്നു. അതിന് പിന്നാലെ തന്നെ അതിർത്തിയിലെ വാവ്തരാഡ് എന്ന പ്രദേശം പുതിയ ജില്ലയായി ഒക്ടോബർ മാസത്തിൽ BJP സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഭരണസൗകര്യം കൂട്ടാനും അതിർത്തി ഗ്രാമങ്ങളിലെ സുരക്ഷ ഇരട്ടിയാക്കാനുമായിരുന്നു ഈ നീക്കം. വിസ്തൃതിയുടെ കാര്യത്തിൽ ഗുജറാത്തിൽ 2ാം സ്ഥാനത്തുള്ള ബനസ്കന്ദയെ വിഭജിച്ചുകൊണ്ട് പുതിയ ജില്ല രൂപീകരിച്ചത് അതിർത്തിയിലെ ജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനായിരുന്നു. ഇപ്പോഴിതാ ബനസ്കന്ദ, പഠാൻ, വാവ്തരാഡ് എന്നീ ജില്ലകളെ കൂട്ടിയിണക്കി പുതിയ പോലീസ് റേഞ്ച് കൂടി വന്നതോടെ അതിർത്തിയിൽ 2 IG-മാർ ഒരേ സമയം കോട്ട കാക്കും. കള്ളക്കടത്തുകാരും നുഴഞ്ഞുകയറ്റക്കാരും ഇനി അതിർത്തി കടക്കാൻ നോക്കിയാൽ വിവരമറിയും. കൂടാതെ ഇവിടെയാണ് യഥാർത്ഥ രാഷ്ട്രീയ ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. ഗുജറാത്തിൽ BJPയുടെ ശക്തമായ ഭരണം നിലനിൽക്കുമ്പോഴും കോൺഗ്രസിന് അല്പമെങ്കിലും സ്വാധീനമുണ്ടായിരുന്ന മണ്ണായിരുന്നു ഈ ബനസ്കന്ദ മേഖല. പ്രതിപക്ഷത്തിന്റെ കൈകളിൽ കിടന്നിരുന്ന ഈ കോട്ടയെ തകർക്കാൻ കൂടിയാണ് സർക്കാർ ഇപ്പോൾ ഈ വിഭജനം നടത്തിയിരിക്കുന്നത്. വികസനവും സുരക്ഷയും മുൻനിർത്തി വാവ്തരാഡ് ജില്ല രൂപീകരിച്ചതും ഇപ്പോൾ പുതിയ ബനസ്കന്ദ പോലീസ് റേഞ്ച് കൊണ്ടുവരുന്നതിലൂടെയും കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടിത്തറ പൂർണ്ണമായും ഇളക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. പ്രതിപക്ഷം ഇതിനെതിരെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ആരോപിച്ച് രംഗത്ത് വന്നു എങ്കിലും രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. ഒരു പുതിയ വിഭജനത്തിലൂടെ പഴയ ബോർഡർ റേഞ്ചിന്റെ ഭാരം പകുതിയായി കുറഞ്ഞിരിക്കുകയാണ്. ഇനി മുതൽ ബോർഡർ റേഞ്ച് IG-ക്ക് കച്ച് ജില്ലയിലെ അതിർത്തികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയാവും. കച്ച് ജില്ലയിൽ മാത്രം 310 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമുണ്ട്. 2 പോലീസ് ഡിവിഷനുകൾ ഇതിനകം തന്നെ കച്ചിലുണ്ട്. ഇതിനോടൊപ്പം തന്ത്രപ്രധാനമായ മോർബി ജില്ലയെ കൂടി ബോർഡർ റേഞ്ചിനോട് കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. മോർബിക്ക് നേരിട്ട് അതിർത്തി ഇല്ല എങ്കിലും ലിറ്റിൽ റാൻ ഓഫ് കച്ചിലേക്കുള്ള പ്രവേശന കവാടമായതുകൊണ്ട് തന്നെ സുരക്ഷാ കാര്യത്തിൽ മോർബിക്ക് വലിയ സ്ഥാനമുണ്ട്. 2 റേഞ്ചുകളിലായി 2 IG-മാർ വരുന്നതോടെ അതിർത്തി ഗ്രാമങ്ങളിലെ നിരീക്ഷണം ശക്തമാകും. അതിർത്തി പ്രദേശങ്ങളിൽ പോലീസ് നേരിടുന്ന വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഊർജ്ജ പദ്ധതികളും കൂറ്റൻ സോളാർ പാർക്കുകളും സ്ഥിതി ചെയ്യുന്നത് ഈ അതിർത്തി മേഖലകളിലാണ്. ഇവിടെ ജോലി ചെയ്യുന്ന 10,000-കണക്കിന് തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് പോലീസിന്റെ വലിയൊരു ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുക, രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഉണ്ടാകുന്ന നിയമവിരുദ്ധമായ കുടിയേറ്റങ്ങൾ നിരീക്ഷിക്കുക, അതിർത്തി കടന്നുള്ള ലഹരിമരുന്ന് കള്ളക്കടത്ത് സംഘങ്ങളെ അടിച്ചമർത്തുക എന്നിവയും ഈ പുതിയ പോലീസ് റേഞ്ചിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ മാസം രാജസ്ഥാൻ അതിർത്തി സന്ദർശിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു അനധികൃത നിർമ്മാണവും അനുവദിക്കില്ല. അതിർത്തി സുരക്ഷയിൽ സീറോ ടോളറൻസ് അഥവാ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരിക്കും സ്വീകരിക്കുക എന്ന്. അതിന്റെ കൃത്യമായ പ്രതിഫലനമാണ് ഗുജറാത്ത് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ഈ പോലീസ് പുനഃസംഘടനയിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത്. BSF, കോസ്റ്റ് ഗാർഡ്, എയർഫോഴ്സ് എന്നീ കേന്ദ്ര സുരക്ഷാ ഏജൻസികളുമായി കൈകോർത്ത് പ്രാദേശിക പോലീസ് കൂടി ശക്തമാകുന്നതോടെ പടിഞ്ഞാറൻ അതിർത്തിയിലെ ഇന്ത്യയുടെ പ്രതിരോധ കോട്ടയ്ക്ക് ഇനി ആർക്കും തകർക്കാൻ കഴിയാത്ത കരുത്തായിരിക്കും.
രാജ്യത്തിന്റെ ഭരണം ബി.ജെ.പിയുടെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കൈകളിൽ സുരക്ഷിതമാണെന്ന് പറയുന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് നമ്മളിപ്പോൾ ഗുജറാത്ത് അതിർത്തിയിൽ കാണുന്നത്. അതിർത്തി സുരക്ഷ എന്ന് പറഞ്ഞാൽ വെറുതെ വാക്കുകളിൽ ഒതുക്കേണ്ട ഒന്നല്ല. അത് കൃത്യമായ ആസൂത്രണത്തോടെയും തന്ത്രപരമായ നീക്കങ്ങളോടെയും നടപ്പിലാക്കേണ്ട കാര്യമാണെന്ന് ഈ സർക്കാർ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. മുൻകാലങ്ങളിലെ പോലെ ഫയലുകളിൽ മാത്രം ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന തീരുമാനങ്ങളല്ല ഇവിടുത്തെ പ്രത്യേകത. ശത്രുരാജ്യം ഒരു പഴുതുണ്ടാക്കാൻ നോക്കിയാൽ അതിലും വലിയൊരു കോട്ട കെട്ടി അവരെ പ്രതിരോധത്തിലാക്കാൻ ഈ ഭരണകൂടത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ ചലനങ്ങളെ പോലും അതീവ ഗൗരവത്തോടെ കണ്ട് അതിനെ വേരോടെ പിഴുതെറിയാൻ കാണിക്കുന്ന ഈ രാഷ്ട്രീയ ഇച്ഛാശക്തി തന്നെയാണ് ഒരു രാജ്യത്തിന്റെ നട്ടെല്ല്. ദേശസുരക്ഷയുടെ കാര്യത്തിൽ ഒരിഞ്ച് പോലും വിട്ടുവീഴ്ചയില്ല എന്ന നയം കേവലം ഒരു പ്രഖ്യാപനമല്ല എന്ന് ശത്രുക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇത്തരം നടപടികൾക്ക് സാധിക്കും. നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളെയും അവിടെ ജീവിക്കുന്ന ജനങ്ങളെയും സംരക്ഷിക്കുക എന്നത് വെറും ഒരു പോലീസ് ഡ്യൂട്ടി മാത്രമല്ല, രാജ്യത്തിന്റെ പരമാധികാരം കാത്തുസൂക്ഷിക്കുന്ന തുല്യതയില്ലാത്ത ദൗത്യം കൂടിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അതിർത്തികളിലുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രാലയം ഈ പുനഃസംഘടനയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത്. എവിടെയൊക്കെയോ ഭരണപരമായ പഴുതുകളുണ്ടോ, എവിടെയൊക്കെയോ ഉദ്യോഗസ്ഥർക്ക് മേൽനോട്ടം വഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, അവിടെയൊക്കെ കൃത്യമായി കണ്ടെത്തി പരിഹരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ശത്രുക്കളുടെ ഭാഗത്തുള്ള ലഹരിക്കടത്തോ ഡ്രോൺ ആക്രമണങ്ങളോ ഇനി ഇന്ത്യയുടെ മണ്ണിൽ അത്ര എളുപ്പത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. രാജ്യത്തിന്റെ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാകുമ്പോൾ അതിൽ പോലും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും പ്രാദേശിക തർക്കങ്ങളും തിരയുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് ശരിക്കും ലജ്ജാകരമാണെന്ന് പറയാതെ വയ്യ. കോൺഗ്രസ് തന്റെ രാഷ്ട്രീയ കോട്ടകൾ തകരുന്നതിനെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുമ്പോൾ ജനങ്ങൾ നോക്കുന്നത് തങ്ങളുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ചാണ്. രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായ ഒരു വിഷയത്തെ കേവലം ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വത്തെയാണ് കാണിക്കുന്നത്. പാർട്ടി നോക്കിയല്ല സർക്കാർ അതിർത്തി കാക്കുന്നത്, രാജ്യത്തിന്റെ 140 കോടി ജനങ്ങളെ മുൻനിർത്തിയാണ്. അതുകൊണ്ട് തന്നെ വികസനത്തെയും സുരക്ഷയെയും തുരങ്കം വയ്ക്കാൻ നോക്കുന്ന ഇത്തരം ബാലിശമായ ആക്ഷേപങ്ങൾ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അനധികൃതമായ ഒന്നിനെയും അതിർത്തിയുടെ പരിസരത്ത് പോലും വെച്ചു പൊറുപ്പിക്കില്ല എന്ന അമിത്ഷായുടെ സീറോ ടോളറൻസ് നയം തന്നെയാണ് പുതിയ ഇന്ത്യയുടെ ശക്തി. അതിർത്തിക്ക് കാവൽ നിൽക്കുന്ന കേന്ദ്ര ഏജൻസികൾക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് സംസ്ഥാന പോലീസ് സംവിധാനം കൂടി ഇരട്ടക്കരുത്തോടെ രംഗത്തിറങ്ങുമ്പോൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് തകർക്കാൻ കഴിയാത്ത പ്രതിരോധ കോട്ടയാണ്. വരും തലമുറയ്ക്ക് ഭയമില്ലാതെ ജീവിക്കാൻ തക്കവണ്ണം അതിർത്തികളെ സുരക്ഷിതമാക്കുക എന്ന വലിയൊരു ലക്ഷ്യമാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിലുള്ളത്. ഭീകരവാദത്തോടും കള്ളക്കടത്തിനോടും ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത ഈ കർശന നിലപാടുകൾ പടിഞ്ഞാറൻ അതിർത്തിയിലെ ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും തകർത്തെറിയും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.